നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലേ? അങ്ങനെയാണെങ്കിൽ 2025 ഈ പുതിയൊരു അപ്ഡേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, നമ്മൾ പല സമയത്തും പുറത്തേക്കൊക്കെ ചിലപ്പോൾ തിരക്ക് പിടിച്ച് പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഇയർഫോൺ എടുക്കാൻ മറന്നു പോകും അല്ലേ? ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു വലിയൊരു ഫംഗ്ഷനിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമുക്കൊരു വോയിസ് മെസ്സേജ് വാട്സപ്പിൽ അയക്കുന്നത്. അപ്പോൾ ഉടനെ അവർ പറയും, ആ വോയിസ് മെസ്സേജ് കേട്ട് പെട്ടെന്നൊന്ന് റിപ്ലൈ തരണേന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വോയിസ് മെസ്സേജ് നമ്മൾ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വോളിയൊക്കെ കുറച്ച് വെച്ച് ചെവിയുടെ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ആ വോയിസ് മെസ്സേജ് കേൾക്കുന്നതും റിപ്ലൈ ഒക്കെ കൊടുക്കുന്നതും അല്ലേ? അപ്പം ഇനി മുതൽ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ് അയക്കുന്ന ഏത് വോയിസ് മെസ്സേജും നിങ്ങൾക്ക് വന്നിട്ട് അത് ടൈപ്പിംഗ് മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കി വായിച്ച് അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചെയ്യേണ്ടത്, നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വലത് ഭാഗത്തുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം താഴേക്ക് വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു പുതിയ ഒരു അപ്ഡേഷൻസ് കാണാം. വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ ചൂസ് ലാംഗ്വേജ് കൊടുക്കുക. ഇവിടെ നമുക്കിപ്പം ഈ ഒരു ലാംഗ്വേജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഇംഗ്ലീഷ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റപ്പ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇവിടെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ആവട്ടെ. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ആരെങ്കിലും അയച്ചൊരു ചാറ്റ് എടുക്കുക.